കൊച്ചിയിലെ ജൈവമാലിന്യം സംസ്കരിക്കുന്നതിന് പുത്തൻ മാതൃക. ജൈവമാലിന്യത്തിൽ നിന്ന് കംപ്രസ്ഡ് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന CBG പ്ലാന്റ് ഇന്ന് ബ്രഹ്മപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം 150 ടൺ വരെ ജൈവമാലിന്യം ഇവിടെ സംസ്കരിക്കാൻ സാധിക്കും. ജൈവമാലിന്യം സംസ്കരിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് നിലവിലുള്ള സംസ്ഥാനത്തിലെ ആദ്യ നഗരമായി കൊച്ചി ഇതോടെ മാറുകയാണ്. ഈ അണഞ്ഞു കഴിഞ്ഞു, പുകയടങ്ങിയപ്പോൾ ബാക്കി എല്ലാവരും ഇത് മറന്നു. അത് മറക്കാതിരുന്ന ഒരു കൂട്ടരേയുള്ളൂ, അത് സർക്കാരാണ്. സർക്കാർ കൂടി മറന്നിരുന്നെങ്കിൽ ബ്രഹ്മപുരം പഴയ ബ്രഹ്മപുരമായിട്ട് ഇപ്പോഴും അവശേഷിക്കുമായിരുന്നു. NSCD കോർപ്പറേഷനും മറ്റ് മുനിസിപ്പാലിറ്റികളും കളമശ്ശേരി, തൃക്കാക്കര മുനിസിപ്പാലിറ്റികളുടെ വേസ്റ്റ് കൂടി ഇതിന്റെ ഭാഗമായി നമുക്ക് ഉപയോഗിക്കാവുന്നതും ഇതിന്റെ തുടർച്ചയിൽ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ സർക്കാർ തുടങ്ങി വെച്ച ഒരു പ്രയത്നം, അതിനൊരു സ്വപ്നതുല്യമായ സാക്ഷാത്കാരം നിർവഹിക്കുന്നതിനും ഭാരത് പെട്രോളിയത്തിന് സാധിച്ചെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിൽ അതീവ സന്തുഷ്ടരാണെന്ന് അറിയിക്കുന്നതിന് കൂടിയാണ് എൻ്റെ സാന്നിധ്യം ഇവിടെ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. സാനിറ്ററി മാലിന്യ സംസ്കരണത്തിൽ അടുത്ത 6 മാസത്തിനകം കേരളം സ്വയം പര്യാപ്തത കൈവരിക്കാൻ പോകുന്നു എന്ന കാര്യവും ഇവിടെ പ്രഖ്യാപിക്കാൻ സന്തോഷമുണ്ട്. ജൈവമാലിന്യ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് നാം നടത്താൻ പോകുന്നത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ബ്രഹ്മപുരം കൊച്ചിയിൽ സ്ഥാപിച്ച ആദ്യ CBG പ്ലാന്റ് ദിവസേന ഏകദേശം 150 ടൺ വേർതിരിച്ച് ശേഖരിച്ച ജൈവമാലിന്യം ഫീഡ് സ്റ്റോക്കായി കൈകാര്യം ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത, ഇതിലൂടെ ദിവസേന ഏകദേശം 5.6 ടൺ കംപ്രസ്ഡ് ബയോഗ്യാസ് CBG ഉൽപ്പാദിപ്പിക്കുമെന്നതാണ്. 28 ടൺ ജൈവവളം നിർമ്മിക്കാനും ഇതിലൂടെ കഴിയും. ജൈവമാലിന്യം സംസ്കരിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് നിലവിലുള്ള സംസ്ഥാനത്തിലെ ആദ്യ നഗരമായി കൊച്ചി ഇതോടെ മാറുകയാണ്. ഒരേ സമയം BPCLനും കോർപ്പറേഷനും ഒരുപോലെ സഹായകമായ ഒരു സംവിധാനമാണ്. കോഴിക്കോട്, കൊല്ലം നഗരങ്ങളിൽ ഇതേ മാതൃകയിൽ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള എഗ്രിമെൻറ്റിൽ സംസ്ഥാനവും BPCLനും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഒപ്പുവെച്ചു കഴിഞ്ഞു. നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ പ്ലാന്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ഈ അണഞ്ഞു കഴിഞ്ഞു, പുകയടങ്ങിയപ്പോൾ ബാക്കി എല്ലാവരും ഇത് മറന്നു. പിന്നെ മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി. പിന്നീട് ഒരിക്കലും നിയമസഭയിൽ ബ്രഹ്മപുരം എന്നൊരു വാക്കുപോലും ഉയർന്നിട്ടില്ല. എല്ലാവരും മറന്നു. അത് മറക്കാതിരുന്ന ഒരു കൂട്ടരേയുള്ളൂ, അത് സർക്കാരാണ്. സർക്കാർ കൂടി മറന്നിരുന്നെങ്കിൽ ബ്രഹ്മപുരം പഴയ ബ്രഹ്മപുരമായിട്ട് ഇപ്പോഴും അവശേഷിക്കുമായിരുന്നു. പഴയ ബ്രഹ്മപുരം ഇന്നില്ലാത്തതിൻ്റെ കാരണം ബാക്കി എല്ലാവരും അത് ഉപേക്ഷിച്ചപ്പോഴും ഞങ്ങൾ
ഗവൺമെൻറ് അത് ഉപേക്ഷിച്ചില്ല എന്നതാണ്. ആ ഘട്ടത്തിലാണ് BPCL ബഹുമാനായ വ്യവസായ മന്ത്രിയെ സമീപിച്ച് ഇങ്ങനെ ഒരാശയം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം എന്നോട് ഇത് പങ്കുവച്ചു. ഒരു ദിവസം പാഴാക്കാതെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്തെ അപ്പോളോ ഡെമോറോ ഹോട്ടലിൽ യോഗം ചേർന്നു. BPCLൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും ബഹുമാനായ മന്ത്രിയും രാജീവ് മിനിസ്റ്ററും അന്നത്തെ ചീഫ് സെക്രട്ടറിയും യോഗം ചേർന്നു. ആ യോഗത്തിൽ തീരുമാനമെടുത്തു. ആദ്യത്തെ യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തു. അന്ന് തന്നെ പ്രഖ്യാപനവും നടത്തി. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാവുന്നത്. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിന്റെ ഭാഗമായി ലോകത്തിലെ 20 സീറോ വേസ്റ്റ് നഗരങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ആ 20 നഗരങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക നഗരം വർക്കല മുനിസിപ്പാലിറ്റിയാണ് എന്ന കാര്യം ഞാനിവിടെ അറിയിക്കുകയാണ്. ഏഷ്യയിൽ നിന്ന് 20 എണ്ണത്തിൽ 2 എണ്ണമേ ഉള്ളൂ. അതിലൊന്നുകൂടിയാണ് വർക്കല മുനിസിപ്പാലിറ്റി. ലോകത്താകെയുള്ള ബെസ്റ്റ് പ്രാക്ടീസസിൽ ഏഷ്യയിൽ നിന്നുള്ള ബെസ്റ്റ് പ്രാക്ടീസായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് കേരളത്തിലെ ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനമാണ്. വികേന്ദ്രീകൃതമായ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനമാണ്. ഇന്ന് ഒരു പൂങ്കാവനമായി മാറുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഇവിടെ സന്നിഹിതരായിട്ടുള്ള കൊച്ചിക്കാർക്കും തൃപ്പൂണിത്തുറക്കാർക്കും ബ്രഹ്മപുരംകാർക്കും മൊത്തത്തിൽ കേരളത്തിനും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. വളരെ അഭിമാനത്തോടെയാണ് ഞാൻ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രശംസനീയമാണ്. മാർച്ച് മാസം ആദ്യം കേരളത്തിനാണ് സത്യത്തിൽ ശ്വാസം മുട്ടിയത്. ശ്വാസം മുട്ടുന്നു, ഞാൻ ഈ പട്ടണം വിടുന്നു എന്നൊക്കെ ഒരുപാട് ജൽപ്പനങ്ങൾ ഉണ്ടായെങ്കിൽ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതെല്ലാവരും പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയവുമാണ്. ആരും മോശക്കാരൊന്നുമല്ല. എല്ലാവരും ഭരണത്തിനെതിരെ ശബ്ദിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതങ്ങനെ മാത്രം കണ്ടാൽ മതി. പക്ഷെ ഭരണത്തിൻ്റെ പേരിൽ ഉത്തരവാദിത്വം പേറുന്നവർക്ക് കർമ്മനിരതരാവാൻ സത്യത്തിൽ ഇന്ധനം ഈ വിമർശനങ്ങൾ തന്നെയാണ്. ദാറ്റ് ഈസ് എ ഫ്യൂവൽ. നോൺ സ്മോക്ക് ഓർ പോയിസൺ എമിറ്റിംഗ് ഫ്യൂവൽ that drives us into effective administrational skills at display, and this is one such skill. I should laud the BPCL for having aligned with the state government. സർക്കാരിന് കൂടി ഒരു ഓയിൽ കമ്പനിയുടെ ഒരു PSUവിൻ്റെ സഹായം നിർദ്ദേശിക്കപ്പെട്ടതാണെങ്കിൽ അതിൽ നമ്മൾ വാഴ്ത്തേണ്ട നാമങ്ങൾ കൂടി ഞാൻ ചേർത്ത് വന്നേ ഉള്ളൂ. അവിടെയും കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഇവിടുന്ന് കൊച്ചിക്കാരനായതുകൊണ്ട് വളരെ കാര്യമായി ഇടപെട്ടതിനെ ഒന്നും ചോദ്യം ചെയ്യുകയല്ല. പക്ഷെ പറയുമ്പോൾ നമ്മൾ എല്ലാം പറയണം. അത് പറയണം എന്ന് അവരോട് എനിക്ക് നിർബന്ധിക്കാനൊക്കത്തില്ല. പക്ഷെ എനിക്കെൻ്റെ കർത്തവ്യം പൂർണ്ണമായി നിറവേറ്റിയേ മതിയാവൂ. അത് മാത്രം ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അങ്ങേയറ്റം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ്. ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇതിൻ്റെ ഒരു പശ്ചാത്തലം സൂചിപ്പിക്കുകയുണ്ടായി. ബ്രഹ്മപുരം ഇന്ന് പഴയ ബ്രഹ്മപുരമല്ല. അദ്ദേഹം പറഞ്ഞ പോലെ കേരളവും ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും പഴയ കേരളമല്ല. നമ്മൾ നന്നായി മുന്നേറിയിരിക്കുന്നു. ഇവിടെ ഉണ്ടായ തീപിടുത്തം അത് ആദ്യത്തേതല്ല, പക്ഷെ ഒടുവിലുണ്ടായ തീപിടുത്തം അതെല്ലാവരുടെയും കണ്ണ് തുറപ്പിച്ചൊന്നായിരുന്നു. അത് അടയ്ക്കുന്നതിന് വേണ്ടി അക്ഷീണം യത്നിച്ച ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ, പോലീസ് എല്ലാവരെയും ഇവിടെ പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി. അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും എനിക്കും മേയർ അനിൽകുമാറിനും ടീമിനൊപ്പം പൂർണ്ണമായും സമർപ്പിച്ചു നിന്ന മറ്റൊരാൾ കൂടിയുണ്ട്. നമ്മുടെ അന്നത്തെ ജില്ലാ കളക്ടർ ശ്രീ NSK ഉമേഷ്. അദ്ദേഹം പൂർണ്ണമായിട്ടും ഈ പദ്ധതിയുടെ തുടക്കം മുതൽ ഉള്ള ആളാണ്. അതിൻ്റെ തുടർച്ചയിൽ ഒരു എഗ്രിമെൻ്റ് കൂടി ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. അത് ഒപ്പുവെച്ചു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. NSCD കോർപ്പറേഷനും മറ്റ് മുനിസിപ്പാലിറ്റികളും കളമശ്ശേരി, തൃക്കാക്കര മുനിസിപ്പാലിറ്റികളുടെ വേസ്റ്റ് കൂടി ഇതിൻ്റെ ഭാഗമായി നമുക്ക് ഉപയോഗിക്കാവുന്നതും ഇതിൻ്റെ തുടർച്ചയിൽ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ വേഗതയിൽ നടപ്പിലാക്കട്ടെ.
ബഹുമാനായ നമ്മുടെ ടൂറിസം മന്ത്രി, പെട്രോളിയം സഹമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. നേരത്തെ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്ന് ഞങ്ങൾ അറിയിച്ചിരുന്നെങ്കിൽ ഈ കമ്പനി ടു കമ്പനി ചർച്ച ചെയ്യാതെ തന്നെ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഒറ്റ ചർച്ചയിലൂടെ ഈ കാര്യങ്ങൾ അതിവേഗതയിൽ തീരുമാനമെടുക്കാനും നടപ്പിലാക്കാനും കഴിയുമായിരുന്നു എന്ന കാര്യം ഈ സന്ദർഭത്തിലേക്ക് നടത്തി നന്നായി. ഇതിനകത്തരം ഗവൺമെന്റിന്റെ നിലപാടുണ്ടെങ്കിൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആകുമ്പോൾ ഞങ്ങൾ BBC-യിലെ ചർച്ച ചെയ്യുന്നു, അപ്പോൾ ഞങ്ങൾ ONGC വിളിക്കുകയാണ്, അപ്പോൾ വേറെ കമ്പനി വിളിക്കും. പക്ഷേ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആകുമ്പോൾ അതിവേഗതയിൽ നമുക്ക് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. ആ സമയം നഷ്ടമായി പോയല്ലോ എന്നായിരുന്നു ഞാൻ അവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചൊരു ഭാഗം. എന്തായാലും വ്യവസായ മന്ത്രി എന്നൊക്കെ നോക്കുമ്പോൾ ഈ എല്ലാ വേസ്റ്റും ഞാനൊരു റോ മെറ്റീരിയലായിട്ടാണ് കാണുന്നത്. കാരണം ഇതൊരു വ്യവസായമായി മാറുകയാണ്. ഏറ്റവും നമ്മുടെ EOS ഒക്കെ വരും പലതും വേസ്റ്റ് എനർജി, റിന്യൂവബിൾ എനർജി, എല്ലാ ഭാഗവും ഈ വേസ്റ്റിനെ വ്യവസായമായിട്ടാണ് എങ്ങനെ സാധ്യത. വ്യവസായ മന്ത്രി തന്നെ എൻ്റെ നോട്ട് അങ്ങോട്ടാണ്. ഇത് നല്ല റോ മെറ്റീരിയലായിട്ട് കൂടുതൽ കമ്പനികൾ വരുന്നു, ഇവിടെ റീസൈക്ലിംഗ് പ്ലാന്റ് വരുന്നു, അതിന്റെ ഭാഗമായി നമുക്ക് കുറെ കൂടി പുതിയ കമ്പനികൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയും. ആ സാധ്യത കൂടി നമുക്ക് മറ്റു പല വിദേശ രാജ്യങ്ങളെ പോലെ ഉപയോഗിക്കാം. എന്തായാലും കേരളത്തിന്റെ ചരിത്രത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശുചിത്വത്തിലും ഒരു പുതിയ ചരിത്രമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ആ ചരിത്ര ഘട്ടത്തിന് നേതൃത്വം നൽകിയ ഒത്തിരിയേറെ പ്രതിബദ്ധതയോടുകൂടി കൊച്ചിയിൽ ഉൾപ്പെടെ വന്ന് താമസിച്ച് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ പ്രിയങ്കരനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന് എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.